ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ഒരു പ്ലെയിൻ ബിരിയാണി റൈസ് ആണ് കേട്ടോ. പ്ലെയിൻ ബിരിയാണി എന്ന് പറയുമ്പോൾ തന്നെ അത് ചിക്കനോ മട്ടനോ ബീഫോ ഒന്നും ഉണ്ടാവില്ല. പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എന്താണെങ്കിലും ഒരു ഉരുളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉരുളിയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ, അങ്ങനെ ആ ഒരു അളവിൽ എടുക്കാവുന്നതേ ഉള്ളൂ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്ന മസാലകൾ ഒരു 1.25 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ചെറിയ തക്കോലം എടുത്തിട്ടുണ്ട്. പിന്നെ 7-8 ഏലക്ക, ഒരു 10-12 പീസ് ഗ്രാമ്പൂ, പിന്നെ കറുവപ്പട്ട അത്യാവശ്യം വലിയ 2 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ മീഡിയം സൈസിലുള്ള 2 ബേ ലീഫ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത്. ഇതിൽ അത്യാവശ്യം മസാലകൾ ചേർക്കണം, കാരണം നമ്മളിതിലേക്ക് വേറെ ഒന്നും ചേർക്കണില്ല, മീറ്റോ ഫിഷോ ഒന്നും ചേർക്കണില്ല. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ മസാലകൾ ചേർക്കണം. അപ്പോൾ ഈ മസാലകളൊക്കെ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നപ്പോൾ ഞാനിതിലേക്ക് സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 അത്യാവശ്യം വലിപ്പമുള്ള സവാളയാണ്, 3 എണ്ണം ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞത്, അതും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ഒരു വിഷ്വൽ എൻ്റെ നിന്ന് മിസ്സായിട്ടുണ്ട്, അപ്പോൾ ഞാൻ പറയുകയാണ്. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴണ്ടിട്ട് വരുമ്പോൾ അതിട്ടാൽ മതി, ആദ്യം അതിടണ്ട, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിച്ചു പോകും. സവാള ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കാം. പിന്നെ സവാള ഒരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ അതിലേക്കുള്ള തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളക്, ഞാനിവിടെ 2 അത്യാവശ്യം വലുപ്പമുള്ള തക്കാളിയും 3-4 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വഴണ്ടിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിൽ വേറെ സ്പെഷ്യലൊന്നും ചേർക്കില്ല, ബിരിയാണി മസാല ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2 ടീസ്പൂൺ അളവിൽ ബിരിയാണി മസാല ചേർത്തിട്ടുണ്ട്. അപ്പോൾ മസാലയുടെയൊക്കെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഇപ്പോൾ 1/2 കപ്പ് തൈരാട്ടോ ചേർത്ത് കൊടുത്തത്. തൈര് കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഈ ഗ്രേവിയുടെ ഒപ്പം തന്നെ ഇട്ടിട്ടാട്ടോ നമ്മളുടെ ഈ അരിയെ ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ കറക്റ്റ് ഫ്ലേവറൊക്കെ ചോറിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചോളും. അപ്പോൾ ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം ഞാനിവിടെ അരി എടുത്ത് വെച്ചേക്കണം 4 കപ്പ് അളവിൽ ബാസ്മതി അരിയാണ്. അപ്പോൾ ബാസ്മതി അരി എടുത്ത അതേ കപ്പിൻ്റെ അളവിൽ തന്നെ 7 കപ്പ് വെള്ളം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ 7 കപ്പ് എടുത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ അരി ഒരു അരമണിക്കൂർ നേരം കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ്. അതുകൊണ്ടിട്ടാണ് 1 കപ്പ് അളവ് കുറച്ചെടുത്തത്. കുതിർക്കണില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് 8 കപ്പ് വെള്ളം നമുക്ക് എന്താണെങ്കിലും അരി വേവിക്കാൻ വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കുതിർക്കണില്ല എന്നുണ്ടെങ്കിൽ 8 കപ്പ് ഒഴിക്കുക, കുതിർത്തിട്ടാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് അളവ് കുറച്ചിട്ട് ഒഴിക്കുക. അപ്പോൾ ഈ ഒരു സമയം നമ്മൾക്ക് ഈ വെള്ളത്തിലേക്ക് പുതിനയും മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ ഗ്രേവി റെഡിയാക്കി എടുത്തപ്പോൾ ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ, വെള്ളത്തിലേക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആ സമയം ചേർത്ത് കൊടുക്കുക. വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ അരിയൊക്കെ കഴുകി വാരി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ അരി കഴുകി വാരി ഇതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് തിളക്കണ വരെ നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. വെള്ളവും അരിയും ഏകദേശം ഒരേ ലെവലാകുന്നത് വരെ തുറന്ന് വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തേക്കാം. അത് കഴിയുമ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റോളം മൂടി വെച്ചിട്ടൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ നോക്കിയെടുക്കുക. പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ ഇനി വെള്ളം ഒന്നും ചേർക്കേണ്ടി വരില്ല കേട്ടോ. കറക്റ്റ് പാകത്തിനാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് വലിയ കറികളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എല്ലാം കൂടി എങ്ങനെയും ഒരു 1/4 മണിക്കൂറത്തെ പണിയുള്ളൂ കേട്ടോ. ഒരുപാട് നേരമൊന്നും വേണ്ട നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സവാളയും അതുപോലെ തന്നെ കശുവണ്ടിയും മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ട്. അതിൻ്റെ പുറമെ കുറച്ച് മല്ലിയിലയും കൂടെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പേജ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കട്ടോ. അതാകുമ്പോൾ നമ്മൾ ഇനി ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റും. അപ്പോൾ എന്താണെങ്കിലും പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.